ആ അതെ അമ്മായി, എല്ലാവരുമായി. നമുക്ക് ആദ്യം ഈ കോട്ടയൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാമല്ലേ? അത് വേണ്ട ചേച്ചി, നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അകത്തോട്ട് കയറാം. അതെ അതെ, അതാ നല്ലത്. അതെ ചേച്ചി, നമുക്കേ ഭക്ഷണം കഴിച്ചതിന് ശേഷം അകത്തോട്ട് കയറാം. എന്തായാലും അവിടെ കുറേ നടക്കാനൊക്കെ ഉള്ളതല്ലേ, ഭക്ഷണം അകത്തോട്ട് അലോഡും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് അകത്തോട്ട് പോകാം. അതെ അമ്മേ, അതാ നല്ലത്. ഇനിയിപ്പോൾ കുറേ നടന്ന് നടന്ന് നമ്മൾ ഒരുവിധം ക്ഷീണിക്കും. അതിനേക്കാളും നല്ലതല്ലേ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് എനർജി ഒക്കെ ആയിട്ട് നടക്കാനിറങ്ങാം. അതാകുമ്പോൾ കുറച്ച് നടന്നിട്ട് ഓക്കെ വരാമല്ലോ. ആ ശരി ശരി, ഞാനതത്ര അങ്ങോട്ട് ചിന്തിച്ചില്ല മക്കളെ. ശരി, നമുക്കേ ഭക്ഷണം കഴിച്ചതിന് ശേഷം അകത്തോട്ട് കയറാം, അത് തന്നെയാണ് നല്ലത്. എന്തായാലും എല്ലാവരും ക്ഷീണിച്ചിട്ടുള്ളതല്ലേ. അപ്പം നമ്മൾ എവിടെയാ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്? അമ്മി, നമുക്കിവിടെ സൈഡിൽ തന്നെ ഇരിക്കാം. എന്തായാലും ഇത് റോഡല്ലേ, അപ്പം നമുക്ക് സൈഡിലോട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. പിന്നെ അകത്തോട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ. ആ അതെ ചേച്ചി, നമുക്കിവിടെ സൈഡെങ്ങാനും ഇരിക്കാം. നല്ല ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഇല്ലേ? ആ ശരി, നിങ്ങളെല്ലാവരും സൈഡിലോട്ടായിട്ട് ഇരിക്കേ, ഞാനേ ഭക്ഷണം എടുത്തുകൊണ്ട് വരാം. എടി അച്ചോ, കുഞ്ഞിനെ ഇവിടെ സൈഡിലായിട്ടൊക്കെ എടുത്തിട്ടോ. നിനക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല കുഞ്ഞിനെ എടുത്തോണ്ട്. ആ ഏട്ടാ, ഞാനിവിടെ എൻ്റെ പിറകിലായിട്ട് കുഞ്ഞിനെ കിടത്താട്ടോ. എടി അച്ചോ, നീയും മോളോ അവിടെ സൈഡിലെങ്ങാനും കിടത്തോട്ടോ. ആ കിടത്തി ഏട്ടാ, ഞാനും എൻ്റെ നമ്മുടെ കുഞ്ഞാറ്റ മോളുടെ അടുത്ത് ഇവിടെ കിടത്തിട്ടോ. അവർ രണ്ടുപേരും ഒന്നിച്ചിട്ട് അവിടെ കിടക്കട്ടെ. മോളെ പായെങ്കിലേ ഇതേ ഏട്ടനൊന്ന് പാസ് ചെയ്തേ. ആ ശരി അമ്മേ. ഇന്ന് ചേട്ടാ എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ആർക്കെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടോ? ഇല്ല അമ്മേ, എല്ലാവർക്കും കിട്ടി. ചേച്ചി, പുലാവ് അടിപൊളി ടേസ്റ്റാ. അത്ര ടേസ്റ്റ് ഒന്നുമില്ല ഏട്ടാ. ഏട്ടൻ ഇവിടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക്, ഞാനവിടെ അച്ഛൻ്റെ അടുത്തേക്ക് കേട്ടോ. എങ്ങനെയുണ്ട് മോളെ പുലാവ്? അമ്മ ഇതെപ്പോഴും അമ്മ ഉണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റ്. അത്രക്കൊന്നും ടേസ്റ്റ് ഇല്ല. വിശക്കുന്നതോടെ കഴിക്കാം, അത്രേ ഉള്ളൂ. അമ്മേ നോക്കമ്മേ, നീയല്ലേ പറഞ്ഞ നിനക്ക് ടേസ്റ്റ് ഇല്ലാന്ന്, അതുകൊണ്ട് ഞാൻ എടുത്തു. നിനക്ക് വേണ്ടല്ലോ. ലച്ചു മോളെ, അത് ഇവൾക്ക് തന്നെ കൊടുക്കും മോളെ. ഇനിയിപ്പോൾ ഇവൾ കൊടുത്തില്ലെങ്കിലേ കരഞ്ഞിട്ട് നാട്ടുകാരെ മൊത്തം അറിയിക്കും. ഇന്ന് നേരെ ഇരുന്ന് കഴിക്കേ. എനിക്കറിയാൻ കഴിക്കാൻ, നീ പറയൊന്നും വേണ്ട. ചേച്ചി, ഈ കോട്ട കാണാൻ നല്ല രസമുണ്ടോ? അതേടി മോളെ, സൂപ്പർ കോട്ടയാ. കോട്ടയ്ക്കകത്തെ കടലൊക്കെ നമുക്ക് നേരെ കാണാം. നീ ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? അതെ ചേച്ചി, ഞാനേ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നല്ല രസമുണ്ട്, നല്ല സ്ഥലമാണ്, കാണാൻ പറ്റിയ സ്ഥലം. നമുക്കേ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോവാം. വെയിലാവുന്നതിന് മുമ്പ് പോകണം, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് നല്ലോണം കരുവാളിക്കും. നല്ല വെയിലടിക്കുന്നുണ്ട്, നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉച്ചയാവുന്നതിന് മുമ്പ് കയറി പുറത്തിറങ്ങാം. ആ അത് ശരിയാ അമ്മ പറഞ്ഞത്. നമ്മളെ വെയിലാവുന്നതിന് മുമ്പേ കയറി ഇറങ്ങണം, അല്ലെങ്കിൽ വെയിൽ കൊണ്ടാലും നമുക്ക് നടക്കാൻ പോലും പറ്റില്ല. അത്രക്കും വെയിലടിക്കുന്ന സ്ഥലമായത്. നല്ല രസമുണ്ടല്ലേ ചേച്ചി ഈ സ്ഥലം കാണാൻ? ആ അതെ അതെ. പക്ഷെ ഇവിടെ നോക്ക്, മൊത്തം എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയായി വെച്ചിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലോ കാണാൻ. അതേന്ന്, പക്ഷേ ഇവിടെ അധികം കോളേജ് കുട്ടികളൊക്കെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അവർ ഈ ചുമരിലൊക്കെ ആകെ എഴുതി വൃത്തികേടായി വെച്ചേക്കുന്നത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ടല്ലേ, കുറേ ഇങ്ങനെ ഇടവഴിയായിട്ട്. ആ അതെ അതെ, നിനക്ക് മറ്റേ ലവ് ആൻഡ് വാർ സിനിമയില്ലേ ദിലീപിൻ്റെ, അതിലൊരു പാട്ട് സീൻ ഓർമ്മയുണ്ടോ? ആ പാട്ടിൽ അവർ അഭിനയിച്ച സ്പോട്ട് ഇതാണ്. ഓ അതെയോ, ആ ഞാൻ ആ പാട്ട് കണ്ടിട്ടുണ്ട്. അതിലെ സീൻസൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഓ അത് ഈ സ്ഥലമാണല്ലേ. കുറേ സിനിമകളിൽ ഈ സീനൊക്കെ ഉണ്ട്. കുറേ സിനിമക്കാർ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അധികവും തിരഞ്ഞെടുക്കുന്നത് ഈ ലൊക്കേഷനാണ്. അതെയോ, അതെ, ആ സിനിമയിൽ ഞാൻ കണ്ടതാണ്. പക്ഷെ അതിൽ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് നന്നായിട്ട് നോക്കി വരികയായിരുന്നു എന്ന് തോന്നുന്നത്. ഇപ്പോൾ കുറച്ച് ബാക്കിലോട്ട് പോയി എന്നാണ് തോന്നുന്നത്, അല്ലേ ചേച്ചി? കുറച്ച് പെയിൻ്റൊക്കെ കൊടുത്തിരുന്നെങ്കിലേ നല്ല രസം ഉണ്ടാവുമായിരുന്നു കാണാൻ. അത് പറഞ്ഞത് ശരിയാ. നമ്മുടെ ടൂറിസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ ഇതൊക്കെ നന്നായിട്ട് നോക്കിയിരുന്നെങ്കിലേ ഇതൊക്കെ കാണാൻ ഒരു നല്ല പ്രത്യേക ഭംഗി ഉണ്ടാവുമായിരുന്നു. കുറേ പേര് ആകർഷിക്കാൻ പറ്റുമായിരുന്നു, അല്ലേ? എന്നിട്ട് തന്നെ ഉണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഒരു ആ പണ്ടത്തെ ഒരു രസമില്ല കാണാനല്ലേ. ആ അതെ അതെ, വാ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ പണ്ട് കാലത്തെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ബോംബൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ബോംബുകളൊക്കെ ഇല്ലേ. ഇതിനിടയ്ക്കാണ് കണ്ടെത്തിയത്. 2016 17 ആണെന്ന് തോന്നുന്നു. 2016 അല്ല 17 എന്നാ തോന്നുന്നത്. അപ്പോഴെപ്പോഴാണ് കണ്ടെത്തിയതാണ്. എനിക്ക് ഈ കോട്ടയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാ. ഇവിടെ നിന്നാലും നമുക്ക് എല്ലാം കാണാം. ഈ കോട്ടയും കാണാം, ഈ ബീച്ചൊക്കെ കാണാം. ഞാൻ ഈ കോട്ടയിലേക്ക് 10 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാവും. അയ്യേ, നീ 10 പ്രാവശ്യം വന്നിട്ടേ ഉള്ളൂ? ഞാൻ ഒരു 25 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാവും ഇവിടെ. ലാസ്റ്റ് ടൈം ഞാനിവിടെ വരുന്ന സമയത്തെ ഇവിടെ കുറച്ചും കൂടെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മരങ്ങളൊന്നുമില്ല. മരങ്ങളില്ലെന്നോ? അവിടെ നോക്കിയേ, അവിടെ കുറേ മരങ്ങളുണ്ട്. വരാ, ഞാൻ ചേച്ചിക്ക് കാണിച്ചു തരാം.
എനിക്കൊന്നും കാണുന്നില്ലല്ലോ. ശരിക്കും ഉണ്ടോ അവിടെ മരങ്ങളൊക്കെ? അവളെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയാ. പൈങ്കിളി അങ്ങോട്ട് പോവല്ലതാ, അവിടെ കടലൊക്കെ ഉണ്ട്, നീ അങ്ങോട്ട് പോവല്ലേ? ഏട്ടാ അവളൊന്ന് വിളിക്കേ, അവളിപ്പോ കടലിനടുത്തേക്കായിരിക്കും പോകുന്നത്. പൈങ്കിളി ഇങ്ങോട്ടേക്ക് വാ. പൈങ്കിളി നിന്നല്ലേ വിളിക്കുന്നത്, ഇങ്ങോട്ട് വാടി. ഓ നിനക്കേ ചേട്ടനെ ഇത്രയൊക്കെ പേടിയുണ്ടല്ലേ? പൈങ്കിളി അങ്ങനെ സൗണ്ട് ആക്കുന്ന എനിക്ക് എന്തോ പോലെയാണ്, എന്റെ ചെവി എന്തോ അടിയുന്ന പോലെ ഉണ്ട്. പൈങ്കിളി പ്ലീസ്. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വഴക്ക് കൂടരുതെന്ന്. നോക്കിയേ, നിങ്ങൾ വഴക്ക് കൂടിയിട്ടേ കുഞ്ഞാറ്റ മോള് തന്നെ എണീച്ചു. അച്ചോടാ, അമ്മയുടെ മോൾ എന്താ പറയുന്നേ? അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ചക്കരെ. അമ്മയുടെ മോൾ എങ്ങോട്ട് നോക്കുക? കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ നോക്കി, നമ്മൾ എവിടെയാ വന്നതെന്ന് നോക്കി. ഇതാ നമ്മളെ ബീച്ചിലോട്ട് വന്നതാ. എന്റെ കുഞ്ഞാറ്റ ആദ്യമായിട്ടല്ലേ ബീച്ചിലേക്ക് വരുന്നേ? എന്റെ കുഞ്ഞാറ്റ മോളെ നോക്കിയേ, നമ്മള് ഫസ്റ്റ് ടൈമാ ബീച്ചിലേക്ക് വന്നേക്കുന്നേ. കുഞ്ഞാറ്റ കുറച്ച് വലുതായാലേ കുഞ്ഞാറ്റെ കളിക്കാനൊക്കെ കൊണ്ടുപോവാട്ടോ ബീച്ചിലേക്ക്. അമ്മയുടെ മോൾ അങ്ങോട്ട് നോക്കിയേ, അതാ ആ കാണുന്നതാ ബീച്ച്. നമ്മളെ എന്റെ മോള് വലുതായാലുണ്ടല്ലോ അമ്മ മോളെ ബോട്ടിലൊക്കെ കൊണ്ടുപോവാട്ടോ. ചേച്ചി നമുക്ക് ആ കല്ലിനടുത്ത് പോകാം ചേച്ചി. പ്ലീസ് ചേച്ചി വാ, അങ്ങോട്ട് പോയിട്ടേ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. വാ. ശരി അങ്ങോട്ടേക്ക് പോ.